ശബാനു കേസിന്റെ പശ്ചാത്തലത്തിൽ ശരീഅത്തിനെതിരെ വിമർശനമുന്നയിച്ച EMSനെ സൂചിപ്പിച്ചാണ് ഇടതുപക്ഷത്തു നിന്നും തനിക്കെതിരെ ഉയർന്ന എതിർപ്പുകൾക്ക് കാന്തപുരം മറുപടി പറഞ്ഞത്. മതം പഠിക്കാത്ത നീ ഏതെങ്കിലും 2 വാക്ക് പറയാൻ പഠിച്ചതുകൊണ്ട് ചാനലിൽ കയറി ആലിമീങ്ങളെ ചീത്ത പറയാൻ, പരിഹസിക്കാൻ, കളിയാക്കാൻ നീ വന്നാൽ നിന്നെ ശരിക്ക് ഈ ലോകം വിടുകയില്ല. രാഷ്ട്രീയ രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും ശരി അടിച്ചമർത്തി കളയാമെന്ന് നിങ്ങൾ ആരും കരുതണ്ട. അടിച്ചമർത്തുന്നവൻ തീർച്ചയായും അടിച്ചമർത്തപ്പെട്ടു പോകും, സംശയിക്കണ്ട. വളരെയധികം ഭയപ്പെട്ടോ. ലിംഗസമത്വവുമായി ബന്ധപ്പെട്ട അഭിപ്രായത്തിന്റെ പേരിൽ തന്റെ കോലം കത്തിച്ചവരോട് അശേഷം പരിഭവമില്ലെന്നും കാന്തപുരം പറഞ്ഞു. ഞങ്ങൾക്കൊരു പ്രശ്നവുമില്ല. ഞങ്ങൾ നിങ്ങൾ ഫോട്ടോ കത്തിച്ചാലും സ്വന്തം ശരീരത്തിന്റെ കത്തിച്ചാലും ഞങ്ങൾ മരിക്കുന്നതുപോലെ ഞങ്ങളുടെ ഈ പ്രസ്ഥാനം, ഞങ്ങളുടെ അഖീദ, ഞങ്ങളുടെ വിശ്വാസം അത് ഉറക്കെ പ്രഖ്യാപിക്കുക തന്നെ ചെയ്യും. അതിനൊരു മാറ്റവും ഇല്ല. ആരും അങ്ങനെ പ്രതീക്ഷിക്കുകയും വേണ്ട. അതിന് ഏത് രംഗത്ത് പ്രവർത്തിക്കുന്നവരായാലും. കോഴിക്കോട് കടപ്പുറത്ത് നടന്ന മീലാദ് സമ്മേളനത്തിൽ 14 രാഷ്ട്രങ്ങളിൽ നിന്നുള്ള പണ്ഡിത പ്രതിനിധികൾ പങ്കെടുത്തു. തുണീഷ്യയിലെ സൈത്തൂന സർവകലാശാലയിലെ ഡോക്ടർ മുഹമ്മദ് മുസ്തഫിയായിരുന്നു മുഖ്യാതിഥി. തുടർന്ന് ഖവാലിയും അരങ്ങേറി. മീഡിയ 1 കോഴിക്കോട്.